നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് വളരെ ഇൻറ്റൻസ് ആയ ഒരു മത്സരം കളിച്ച് 70 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് വേണ്ടത്ര വിശ്രമം ലഭിക്കാതെ റയൽ മാഡ്രിഡ് വീണ്ടും ലാലിഗയിൽ കളിക്കാൻ ഇറങ്ങേണ്ടി വന്നു. പക്ഷേ ആ മത്സരം അവരുടെ ടീം വിജയിച്ച് കയറിയിരിക്കുന്നു. കിലിൻ എംബാപ്പയ്ക്കാണ് അതിന് നന്ദി പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകളാണ് വിജയം സമ്മാനിച്ചത്. ഒപ്പം ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവയും മികച്ച രൂപത്തിൽ അവരെ സംരക്ഷിച്ച് നിർത്തി. 2-1 വിജയമാണ് VRLന് മേൽ അവരിപ്പോൾ നേടിയിരിക്കുന്നത്. എംബാപ്പയുടെ ഇരട്ട ഗോളുകൾ. VRLൻ്റെ ഭാഗത്ത് ഇവാൻ ഫോയ്ത്താണ് അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. VRLൻ്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിൻ എംബാപ്പെ, റോഡ്രിഗോ, ബെല്ലിംഗാം, ബ്രയൻ ഡയസ് എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരക്കുകയാണ് ഉണ്ടായത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ ഇവാൻ ഫോയ്ത്തിലൂടെ VRL മുന്നിലെത്തി. തുടക്കം മുതൽ VRL അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 7ാമത്തെ മിനിറ്റിൽ ഈ ഗോൾ പിറക്കുന്നത്. തുടർന്ന് കിലിൻ എംബാപ്പെ 17ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡിനെ ഒപ്പം എത്തിക്കുന്നു. തൊട്ടു പിന്നാലെ 23ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ഗോൾ കൂടി വന്നപ്പോൾ 2-1 റയൽ മാഡ്രിഡ് മുന്നിൽ. ഇടവേള സമയത്ത് മത്സരം റയൽ 2-1 ലീഡ് എടുത്തതായിരുന്നു. രണ്ടാം പകുതിയിൽ VRL മികച്ച രൂപത്തിലുള്ള ആക്രമണങ്ങൾ കെട്ടഴിച്ചു വിട്ടു. റയൽ മാഡ്രിഡ് താരങ്ങൾ ശരിക്കും ക്ഷീണിതരാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. എങ്കിലും ഒടുവിൽ അതേ സ്കോർ ലൈനിൽ തന്നെ അവർക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഒരു മൈതാനത്ത് എവേ മത്സരം കളിച്ചിട്ട് റയൽ മാഡ്രിഡ് 8 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലിഗയിൽ VRLനെ തോൽപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 2-1 ഈ ഒരു വിജയം റയലിനെ ലാലിഗയിൽ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 28 കളികളിൽ നിന്ന് അവർക്ക് 60 പോയിൻ്റുണ്ട്. പക്ഷേ ബാഴ്സലോണ അവരെക്കാൾ 2 കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. 26 കളിയിൽ നിന്ന് 57 പോയിൻ്റുള്ള ബാഴ്സ രണ്ടാമതും 27 കളികളിൽ നിന്ന് 56 പോയിൻ്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാമതുമാണ്. ബാഴ്സ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരമാണ് ഇന്ന് വിജയിച്ചാൽ ബാഴ്സയ്ക്ക് 1ാം സ്ഥാനത്തേക്ക് തിരികെ എത്താൻ പറ്റും. ഇനി അഥവാ ഇന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പോലും ബാഴ്സ അപ്പോഴും ഒരു കളി കുറച്ചായിരിക്കും കളിച്ചിട്ടുണ്ടാകുക. ബാഴ്സയ്ക്ക് അത്ര വലിയ ഭീഷണിയൊന്നുമില്ല. പക്ഷേ തൽക്കാലത്തേക്ക് റയൽ മാഡ്രിഡ് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.